കൺട്രിമെൻ ഈ ചാപ്റ്ററിന്റെ ഡീറ്റെയിൽഡ് മലയാളം എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയത്. ഇന്ന് അതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഈ ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. വാട്ട്സ് ദ ഒക്കേഷൻ ഓഫ് മാർക്ക് ആന്റണീസ് സ്പീച്ച്? മാർക്ക് ആന്റണിയുടെ ആ പ്രസംഗത്തിന്റെ അവസരം ഏതായിരുന്നു? ഏത് അവസരത്തിലാണ് മാർക്ക് ആന്റണിയുടെ ആ ഒരു പ്രഭാഷണം അത് ഉണ്ടായത്? മാർക്ക് ആന്റണി ഡെലിവേർഡ് ദ സ്പീച്ച് ഓൺ ദ ഒക്കേഷൻ ഓഫ് സീസേഴ്സ് ഫ്യൂണറൽ. സീസറുടെ ശവസംസ്കാര ചടങ്ങിലാണ് മാർക്ക് ആന്റണി ഈ പ്രസംഗം ഡെലിവർ ചെയ്യുന്നത്. അവിടെ വെച്ചാണ് മാർക്ക് ആന്റണി പ്രസംഗിക്കുന്നത്. Caesar had been killed by Brutus and his men, and Mark Antony wanted Romans to avenge his murder. സീസറെ ബ്രൂട്ടസും അയാളുടെ ആളുകളും കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മാർക്ക് ആന്റണിയുടെ ലക്ഷ്യം എന്തായിരുന്നു? റോമിലെ ജനങ്ങളെ കൊണ്ട് സീസറുടെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യിക്കുക. അതായിരുന്നു മാർക്ക് ആന്റണിയുടെ ലക്ഷ്യം. വാട്ട്സ് ദ പർപ്പസ് ഓഫ് ദ സ്പീച്ച്? ആ പ്രസംഗത്തിന്റെ അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? The purpose of the speech was to make Romans want to avenge Caesar's murder. സീസറുടെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യാൻ റോമാക്കാരെ പ്രേരിപ്പിക്കുക. അതായിരുന്നു ഈ ഒരു പ്രസംഗത്തിന്റെ ഉദ്ദേശം. സീസർ വാസ് അസാസിനേറ്റഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് കോൺസ്പിറേറ്റേഴ്സ് ലെഡ് ബൈ ബ്രൂട്ടസ്. ബ്രൂട്ടസ് നയിച്ച ഒരു ഗൂഢാലോചനക്കാരുടെ സംഘമാണ് സീസറിനെ കൊലപ്പെടുത്തുന്നത്. ആഫ്റ്റർ ദ അസാസിനേഷൻ, ആ കൊലപാതകത്തിന് ശേഷം, ബ്രൂട്ടസ് കൺവിൻസ്ഡ് റോമൻസ് ദാറ്റ് ഹി ഹാഡ് ഡൺ ദ റൈറ്റ് തിങ് ബൈ മർഡറിംഗ് സീസർ. ഈ കൊലപാതകത്തിന് ശേഷം ബ്രൂട്ടസ് റോമിലെ ജനങ്ങളോട് സംസാരിച്ച് അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു താൻ സീസറെ വധിച്ചത് അവരുടെ കൂടി നന്മയ്ക്ക് വേണ്ടിയായിരുന്നു, നല്ലതിനായിരുന്നു എന്ന് റോമിലുള്ള ജനങ്ങളെ ബ്രൂട്ടസ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് ഹി വാസ് ലൈങ്. പക്ഷെ അത് സത്യമായിരുന്നു? അല്ല, ബ്രൂട്ടസ് കള്ളമാണ് പറഞ്ഞിരുന്നത്. അറ്റ് സീസേഴ്സ് ഫ്യൂണറൽ, സീസറുടെ ശവസംസ്കാര ചടങ്ങിൽ വെച്ച് Mark Antony spoke about all the good things Caesar had done and proved that Brutus had committed a heinous crime by murdering Caesar. സീസറുടെ ശവസംസ്കാര ചടങ്ങിൽ വെച്ച് ആന്റണി തന്റെ പ്രസംഗത്തിലൂടെ സീസർ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, സീസറെ വധിക്കുക വഴി ബ്രൂട്ടസ് വലിയൊരു കുറ്റകൃത്യമാണ് ചെയ്തത് എന്ന് അവരെ ബോധിപ്പിക്കുകയും ചെയ്തു, എന്ന് തെളിയിക്കുകയും ചെയ്തു. How does Antony use rhetoric to manipulate the crowd? എങ്ങനെയാണ് ആന്റണി ആ ജനങ്ങളുടെ മനസ്സ് മാറ്റുന്നതിന് വേണ്ടി റിട്ടോറിക് ഉപയോഗിക്കുന്നത്? റിട്ടോറിക് എന്ന് പറയുമ്പോൾ നമ്മളെ വാക്കുകൾ ഒരു പ്രത്യേക രീതിയിൽ ഉപയോഗിക്കുക. അതിന് ചില പ്രത്യേക ലക്ഷ്യങ്ങളോട് കൂടി വാക്കുകളും വാചകങ്ങളും എല്ലാം ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ റിട്ടോറിക് എന്ന് പറയുന്നത്. അതായത് പലപ്പോഴും നമ്മൾ പറയുന്ന കാര്യമായിരിക്കില്ല അതിന്റെ യഥാർത്ഥ മീനിങ്. ഇങ്ങനെ ഒരുപാട് റിട്ടോറിക് ഡിവൈസസ് എഴുത്തുകാരും അതുപോലെ തന്നെ പ്രാസംഗികരും ഉപയോഗിക്കാറുണ്ട്. ഇത് പലപ്പോഴും ആ കേൾവിക്കാരുടെ അല്ലെങ്കിൽ വായനക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ അവരുടെ ആ ഒരു ചിന്താരീതിയെ അത് മാറ്റിമറിക്കുന്നതിന് വേണ്ടിയെല്ലാമാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ആന്റണി എങ്ങനെയാണ് റിട്ടോറിക് ഉപയോഗിച്ച് ആ ജനക്കൂട്ടത്തിന്റെ മനസ്സ് മാറ്റിയെടുക്കുന്നത്? ആന്റണി repeatedly calls Brutus and other conspirators honorable men, while in fact he is trying to prove that they are dishonest and dishonorable. ആന്റണി ബ്രൂട്ടസിനെയും മറ്റ് കോൺസ്പിറേറ്റേഴ്സിനെയും വീണ്ടും വീണ്ടും ഓണറബിൾ മെൻ ആണ് എന്ന് പറയുന്നുണ്ട്, ആദരണീയരാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് പറയുന്നത് വഴി അദ്ദേഹം എന്താ ചെയ്യാൻ ശ്രമിക്കുന്നത്? അവര് കള്ളന്മാരും അതുപോലെ തന്നെ ഒട്ടും ആദരവ് അർഹിക്കാത്തവരുമാണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. By repeatedly calling the conspirators honorable men, Antony makes Romans question their former belief that Brutus was right in killing Caesar. ബ്രൂട്ടസിനെ വീണ്ടും വീണ്ടും, ബ്രൂട്ടസിനെ മാത്രമല്ല മറ്റു കോൺസ്പിറേറ്റേഴ്സിനെയും വീണ്ടും വീണ്ടും ഓണറബിൾ മെൻ എന്ന് വിളിക്കുക വഴി ആന്റണി റോമാക്കാരുടെ മനസ്സിൽ സംശയം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ബ്രൂട്ടസ് ചെയ്തത് ശരിയാണ് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. പക്ഷെ ആ ഒരു തോന്നല് ഇപ്പൊ അവരിലില്ല. ബ്രൂട്ടസ് ചെയ്തത് തെറ്റായിരുന്നു എന്ന് അവർ സംശയിക്കുന്നുണ്ട്. ബ്രൂട്ടസ് ഓണറബിൾ ആണ് എന്ന് ആന്റണി വീണ്ടും വീണ്ടും പറയുമ്പോൾ അതിൽ അവർക്കൊരു സംശയം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. Antony also uses rhetorical questions like was Caesar ambitious or is this what ambition does? Rhetorical questions എന്ന് പറയുമ്പോൾ അതിന്റെ ആൻസർ ആ ചോദ്യത്തിൽ തന്നെയുണ്ട്. അതുപോലത്തെ ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ആന്റണി അതും ചോദിക്കുന്നുണ്ട്. സീസർ അംബീഷ്യസ് ആയിരുന്നോ? ഇതാണോ അംബീഷൻ ചെയ്യുക? ഇതുപോലത്തെ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം പറയുന്നത് വഴി ആന്റണി എന്താണ് പ്രൂവ് ചെയ്യുന്നത്? സീസർ ചെയ്ത നല്ല കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം സീസർ അംബീഷ്യസ് ആയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ വ്യക്തമല്ലേ സീസർ അംബീഷ്യസ് ആയിരുന്നില്ല. ഇങ്ങനെയാണ് ആന്റണി അവരുടെ മനസ്സ് മാറ്റിയെടുക്കുന്നത്. വൈൽ മെൻഷനിങ് ഇൻസ്റ്റൻസസ് വെൻ സീസർ ആക്ടഡ് വിത്ത് കൈൻഡ്നസ് ആൻഡ് ജനറോസിറ്റി. കരുണയും അതുപോലെ ഉദാര മനസ്സും ഈ രണ്ട് ഗുണങ്ങളും സീസർ പ്രകടമാക്കിയ സാഹചര്യങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് സീസർ അംബീഷ്യസ് ആണോ
ഇങ്ങനെയാണോ അംബീഷൻ ചെയ്യുക എന്നെല്ലാം ആന്റണി ചോദിക്കുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദ സ്പീച്ച്, ആ പ്രസംഗത്തിന്റെ അവസാനം, റോമൻസ് വർ കൺവിൻസ്ഡ് ദാറ്റ് സീസർ വാസ് റൈറ്റ് ആൻഡ് ബ്രൂട്ടസ് വാസ് റോങ്. ആ പ്രസംഗത്തിന്റെ അവസാനം റോമാക്കാർക്ക് എന്ത് വ്യക്തമായി? സീസർ ശരിയായിരുന്നു, ബ്രൂട്ടസ് തെറ്റുമായിരുന്നു. സീസർ ശിക്ഷിക്കപ്പെടേണ്ടവനായിരുന്നില്ല, ബ്രൂട്ടസ് ചെയ്തത് തെറ്റായിരുന്നു എന്ന് അവർക്ക് ബോധ്യമായി. വാട്ട് ഡസ് ദ റിപ്പീറ്റേഷൻ ഓഫ് ദ ലൈൻ ബ്രൂട്ടസ് വാസ് എൻ ഓണറബിൾ മാൻ സജസ്റ്റ്? ബ്രൂട്ടസ് ഒരു ആദരണീയനായ വ്യക്തിയായിരുന്നു, ബഹുമാന്യനാണ്. ഈ ഒരു വരിയുടെ ആവർത്തനം അതെന്താണ് ഉദ്ദേശിക്കുന്നത്? അതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? If Brutus was indeed honorable, Antony would not have repeated it multiple times. ബ്രൂട്ടസ് ശരിക്കും ആദരണീയനായിരുന്നുവെങ്കിൽ, ബഹുമാന്യനായിരുന്നുവെങ്കിൽ ആന്റണി അത് വീണ്ടും വീണ്ടും പറയില്ലായിരുന്നു. By repeatedly calling Brutus honorable and mentioning instances when he lied or acted with selfish motives, Antony makes Romans doubt his true intentions. ബ്രൂട്ടസിനെ വീണ്ടും വീണ്ടും ഓണറബിൾ ആണ് എന്ന് പറയുകയും അതേസമയം തന്നെ ബ്രൂട്ടസ് കള്ളം പറഞ്ഞതും അതുപോലെ തന്നെ ബ്രൂട്ടസ് സ്വാർത്ഥമായും പെരുമാറിയ അവസരങ്ങളെ കുറിച്ചെല്ലാം പരാമർശിക്കുകയും ചെയ്യുക വഴി ആന്റണി മേക്സ് റോമൻസ് ഡൗട്ട് ഹിസ് ട്രൂ ഇന്റൻഷൻസ്. അയാളുടെ യഥാർത്ഥ ഉദ്ദേശ്യം എന്തായിരുന്നു എന്ന് റോമാക്കാരെ കൊണ്ട് ആന്റണി സംശയിപ്പിക്കുന്നുണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് ആന്റണീസ് സ്പീച്ച്, ആന്റണിയുടെ പ്രഭാഷണത്തിന്റെ അവസാനം, പീപ്പിൾ ബിക്കെയിം കൺവിൻസ്ഡ് ദാറ്റ് ബ്രൂട്ടസ് വാസ് എ ഡിസ്ഓണറബിൾ മാൻ who murdered his own friend for his selfish gains. പ്രസംഗം കഴിയുന്നതോടെ ആളുകൾക്ക് ബോധ്യമാവുന്നുണ്ട് എന്ത്? ബ്രൂട്ടസ് ഒരു ഓണറബിൾ മാൻ അല്ല, ഡിസ്ഓണറബിൾ മാൻ ആയിരുന്നു. അയാൾ ഒട്ടും ആദരവ് അർഹിക്കാത്തവനായിരുന്നു. Who murdered his own friend for his selfish gains. തന്റെ സ്വാർത്ഥമായ നേട്ടങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി സ്വന്തം സുഹൃത്തിനെ കൊലപ്പെടുത്തിയ ഒട്ടും ആദരവ് അർഹിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു ബ്രൂട്ടസ് എന്ന് ഈ പ്രസംഗത്തിന്റെ അവസാനം റോമിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അവർക്കത് ബോധ്യമാവുന്നുണ്ട്. ഹൗ ഡസ് മാർക്ക് ആന്റണീസ് സ്പീച്ച് റിവീൽ ഹിസ് ഓൺ ക്യാരക്ടർ ആൻഡ് മോട്ടീവ്സ്? അദ്ദേഹത്തിന്റെ ആ സ്പീച്ച് ആന്റണിയുടെ സ്വഭാവത്തെയും ഉദ്ദേശശുദ്ധിയെയും എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്? മാർക്ക് ആന്റണി കംസ് അക്രോസ് ആസ് എൻ ഓണസ്റ്റ് മാൻ ഹു വാണ്ടഡ് ടു അവെഞ്ച് ഹിസ് ക്ലോസ് ഫ്രണ്ട്സ് മർഡർ. ഈ ഒരു പ്രഭാഷണത്തിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? മാർക്ക് ആന്റണി സത്യസന്ധനായ ഒരു വ്യക്തിയാണ്. തന്റെ സുഹൃത്തിന്റെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ ആഗ്രഹിക്കുന്ന സത്യസന്ധനായ ഒരു വ്യക്തിയായിട്ടാണ് മാർക്ക് ആന്റണി ഇവിടെ വരുന്നത്. ഹി ഈസ് സിൻസിയർ, അയാൾ ആത്മാർത്ഥതയുള്ളവനാണ്. ലോയൽ, അയാൾ തന്റെ സുഹൃത്തിനോട് വിശ്വസ്തനാണ്. ആൻഡ് ക്വൈറ്റ് ക്ലെവർ അറ്റ് മാനിപ്പുലേറ്റിംഗ് പീപ്പിൾ വിത്ത് ഹിസ് വേർഡ്സ്. അത് മാത്രമല്ല, ആളുകളുടെ മനസ്സ് മാറ്റിമറിക്കാനുള്ള ആ ഒരു വാക്ചാരുതി അതും അയാൾക്കുണ്ട്. ഈസ് എ ഗ്രേറ്റ് ഒറേറ്റർ. He does not have any evil intentions and he is acting purely out of his love for Caesar. ആന്റണിക്ക് ദുരുദ്ദേശങ്ങളൊന്നും തന്നെയില്ല. അദ്ദേഹത്തിന്റെ മോട്ടീവ് എന്താണ്? സീസറിനോടുള്ള സ്നേഹമാണ് അദ്ദേഹത്തെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത്. വാട്ട് ഇമ്പാക്ട് ഡസ് ആന്റണി സ്പീച്ച് ഹാവ് ഓൺ ദ ക്രൗഡ്? ആന്റണിയുടെ പ്രഭാഷണത്തിന് ആ ജനക്കൂട്ടത്തിന് മേൽ എന്ത് സ്വാധീനം, എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടായത്? Antony's speech convinced the crowd that Brutus was wrong in murdering Caesar. സീസറിനെ കൊലപ്പെടുത്തുക വഴി ബ്രൂട്ടസ് ഒരു തെറ്റ് ചെയ്തു എന്ന് ജനങ്ങളെ ബോധിപ്പിക്കാൻ ആന്റണിയുടെ പ്രഭാഷണത്തിന് സാധിച്ചു. He made them want to avenge Caesar's death. അത് ബോധിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, സീസറിന്റെ മരണത്തിന്, കൊലപാതകത്തിന് പ്രതികാരം ചെയ്യണമെന്ന തീരുമാനം അവരെ കൊണ്ട് എടുപ്പിക്കാനും ആന്റണിക്ക് കഴിയുന്നുണ്ട്. What are the literary devices you notice in the speech? Mention any two. ഈ സ്പീച്ചിൽ ഉപയോഗിച്ചിട്ടുള്ള ശൈലികൾ, ലിറ്റററി ഡിവൈസസ് എന്തെല്ലാമാണ്? ഏതെങ്കിലും രണ്ടെണ്ണത്തിനെ കുറിച്ച് പറയുക. സെവറൽ ലിറ്റററി ഡിവൈസസ് ലൈക്ക് ഐറണി, സർക്കാസം, റിപ്പീറ്റേഷൻ ആൻഡ് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് ആർ യൂസ്ഡ് ഇൻ ദി സ്പീച്ച്. ഇതിൽ ഐറണി, സർക്കാസം, റിപ്പീറ്റേഷൻ, അതേപോലെ തന്നെ റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. സർക്കാസം അതെങ്ങനെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നോക്കാം. Antony repeatedly calls Brutus honorable man while he means exactly the opposite. ബ്രൂട്ടസിനെ വീണ്ടും വീണ്ടും ഓണറബിൾ മാൻ എന്ന് ആന്റണി വിളിക്കുന്നുണ്ട്, പക്ഷേ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആണ്. ബ്രൂട്ടസ് ഒട്ടും ഓണറബിൾ അല്ല എന്നാണ് ആന്റണി ഉദ്ദേശിക്കുന്നത്. ദിസ് റിപ്പീറ്റേഷൻ മേക്സ് പീപ്പിൾ ഡൗട്ട് ബ്രൂട്ടസ് ക്ലെയിം ദാറ്റ് ഹി ഹാഡ് മർഡർ സീസർ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് റോമൻസ്. റോമാക്കാരുടെ ബെനിഫിറ്റിന്, അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് താൻ സീസറിനെ കൊലപ്പെടുത്തിയത് എന്നാണ് ബ്രൂട്ടസ് അവരോട് പറഞ്ഞിരുന്നത്. വീണ്ടും വീണ്ടും ബ്രൂട്ടസിനെ എങ്ങനെ ഓണറബിൾ മാൻ ആണ് എന്ന് പറയുക വഴി ആന്റണി റോമാക്കാരിൽ സംശയം ഉണ്ടാക്കുന്നുണ്ട്. ഈ സ്പീച്ചിൽ ഉപയോഗിച്ചിട്ടുള്ള മറ്റൊരു ലിറ്റററി ഡിവൈസ് ആണ് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ്. ഹി ആസ്ക്ഡ് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് ലൈക്ക് വാസ് ദിസ് അംബിഷൻ ഓർ ഈസ് ദിസ് വാട്ട് അംബിഷൻ ഡസ്. ഇതുപോലത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഉത്തരം
വ്യക്തമായ ഇതുപോലത്തെ ചോദ്യങ്ങൾ ആന്റണി ചോദിക്കുന്നുണ്ട്. ഇത് അംബീഷൻ ആയിരുന്നോ? ഇങ്ങനെയാണോ അംബീഷൻ ഉള്ള ഒരാൾ പെരുമാറുക? ഇസ് ദിസ് വാട്ട് അംബീഷൻ ഡസ്? വൈൽ സൈറ്റിംഗ് ഇൻസ്റ്റൻസസ് വെൻ സീസർ ആക്ടഡ് വിത്ത് കൈൻഡ്നസ് ആൻഡ് ഇന്റഗ്രിറ്റി. കരുണയും അതുപോലെ ആർജവത്തോടും സീസർ പെരുമാറിയിട്ടുള്ള അവസരങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞുകൊണ്ടാണ് ആന്റണി പിന്നെയും ഇത് ചോദിക്കുന്നത്. ഇത് അംബീഷൻ ആണോ? സീസർ അംബീഷ്യസ് ആയിരുന്നോ? ഇതുപോലത്തെ ചോദ്യങ്ങൾ ആളുകളുടെ മനസ്സിൽ സംശയം ഉണ്ടാക്കുന്നു. ഈ ലെസന്റെ ആക്ടിവിറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഈ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. ഇത് ഇഷ്ടമാവുന്നവർ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണും. താങ്ക് യു ഫോർ വാച്ചിങ്.